വേനൽ അവധിക്കാലത്ത് പെരുമഴയ്ക്ക് അവധി കൊടുക്കേണ്ടി വന്ന ഇതുപോലൊരു കാലം വേറെ ഉണ്ടാകില്ല. ഇപ്പോ പെയ്യുന്ന മഴ അനുഗ്രഹമാണോ അപകടമാണോ? അതാണ് ചോദ്യം. കേരളത്തിലെ ഓരോ നദീതടങ്ങളിലും മെയ് 30 വരെ പെയ്ത മഴയുടെ അളവ് ന്യൂസ് മലയാളം ഇതാ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ജില്ലാതലത്തിലെ മഴയുടെ അളവ് പ്രസിദ്ധീകരിക്കുന്ന രീതിയാണ് ഇപ്പോഴും കാലാവസ്ഥാ വകുപ്പ് തുടരുന്നത്. കഴിഞ്ഞ വർഷം വയനാട് ജില്ലയിൽ സാധാരണ കിട്ടേണ്ടതിന്റെ 24% മഴ കുറവായിരുന്നപ്പോഴാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായത്. എന്നാൽ തുടർച്ചയായ 6 ദിവസം മുണ്ടക്കൈയിലും ചൂരൽമലയിലും 300% അധിക മഴ പെയ്തിരുന്നു. പ്രാദേശികമായ ആ കണക്ക് പ്രാദേശികമായി തന്നെ അപഗ്രഥിച്ച് മുകളിലേക്ക് അറിയിക്കുന്നതാണ് പ്രായോഗികമായ രീതിയെന്ന് അന്നേ മുന്നറിയിപ്പ് ഉയർന്നിരുന്നു. നമ്മുടെ നദീതടങ്ങളിലും ചില പഞ്ചായത്തുകളിലും പെയ്ത മഴയുടെ കണക്കുകളിലേക്ക് പോകാം. ഇപ്പോ വടക്കൻ ജില്ലകളിലെ നദീതീരങ്ങളിലാണ് സാധാരണയിൽ കവിഞ്ഞ മഴയുണ്ടായിരിക്കുന്നത്. മെയ് 1 മുതൽ 30 വരെയുള്ള കാലത്ത് ഉപ്പള നദീതടത്തിൽ 300 മില്ലിമീറ്റർ മഴയാണ് സാധാരണ. ഇവിടെ ഇത്തവണ പെയ്തത് 714 മില്ലിമീറ്റർ ആണ്. 270 മില്ലിമീറ്റർ സാധാരണ കിട്ടാറുള്ള വളപട്ടണം നദീതടത്ത് 645 മില്ലിമീറ്റർ. തലശ്ശേരി പുഴയിലാവട്ടെ 290 കിട്ടേണ്ട സ്ഥലത്ത് 611 മില്ലിമീറ്ററും. ഇതൊന്നും ഇപ്പോ അപകടകരമല്ല. പക്ഷേ ജൂണിലും ജൂലൈയിലും സാധാരണ കിട്ടേണ്ട മഴ ഇനിയും പെയ്യാനിരിക്കുന്നതേയുള്ളൂ. ശ്രദ്ധ വേണ്ടത് ഇത്തരം പ്രദേശങ്ങളിലാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. അനുഗ്രഹമോ അപകടമോ ഈ മുൻകൂർ മഴ? ഇടുക്കി അണക്കെട്ടിൽ 36% മാത്രം വെള്ളമുള്ളപ്പോൾ എന്തുകൊണ്ടാണ് അസാധാരണ മഴ എന്ന് കളക്ടർക്ക് പറയേണ്ടി വന്നത്? അതിന് ഈ കണക്കുകൾ സാക്ഷ്യം പറയും. വെള്ളത്തൂവൽ പഞ്ചായത്തിൽ പെയ്ത്ത് 160% അധിക മഴ, പള്ളിവാസലിൽ 171% അധിക മഴ, കൊന്നത്തടിയിൽ 149%, ബൈസൺ വാലിയിൽ 154%, അടിമാലിയിൽ 121% എന്നിങ്ങനെയാണ് അധിക മഴ പെയ്തത്. ഉടുമ്പൻചോലയിൽ 246%, സേനാപതിയിൽ 270%, രാജകുമാരിയിൽ 280%, പാമ്പാടുംപാറയിൽ 328%, നെടുങ്കണ്ടത്ത് 234, കരുണാപുരത്ത് 336% എന്നിങ്ങനെയാണ് അധിക മഴയുടെ പെയ്ത്ത്. ശാന്തൻപാറയിൽ 291% അധിക മഴയും പെയ്തു എന്നാണ് സർക്കാരിന് ലഭ്യമാകുന്ന ഈ കണക്ക് പറയുന്നത്. ഇടുക്കി ജില്ലയുടെ മൊത്തം കണക്കെടുത്താലോ പെരിയാർ നദീതടത്തിലെ കണക്കെടുത്താലോ വ്യക്തമാകുന്നതല്ല ഈ മഴപ്പെയ്ത്ത്. ഓരോ പഞ്ചായത്തിലെയും കണക്കുകൾ ഇങ്ങനെ സർക്കാരിന് ലഭ്യമാണ്. അത് വിലയിരുത്തി മുൻകൂട്ടി നടപടി സ്വീകരിച്ചേ മതിയാകൂ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇങ്ങനെ പഞ്ചായത്തുകൾ തിരിച്ചുള്ള കണക്കുകൾ. ചില ഡാമുകളെങ്കിലും മെയ് പൂർത്തിയാകുന്നതിന് മുൻപ് തുറക്കേണ്ടി വന്നത് ഈ വർഷമാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ അങ്ങനെ ഒരു സ്ഥിതിയും ആദ്യമാണ്. ഇടുക്കിയില് അസാധാരണമായ രീതിയിൽ മഴ പെയ്യുന്നുവെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. അത്തരമൊരു സ്ഥിതിയും മെയ് മാസത്തിൽ ആദ്യമാണ്. നമ്മുടെ ഈ കാലാവസ്ഥ എങ്ങനെയൊക്കെ അട്ടിമറിക്കപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തവണത്തെ ഈ മഴക്കണക്കുകൾ. വടക്കൻ കേരളത്തിലെ കൂടുതൽ നദീതടങ്ങളിലേക്ക് തന്നെ നമുക്ക് വീണ്ടും നോക്കാം. മഞ്ചേശ്വരത്ത് നദീതടത്ത് 301 വേണ്ടയിടത്ത് 713, മയ്യഴി പുഴയോടത്ത് 253 വേണ്ടിടത്ത് 600, നീലേശ്വരത്ത് 382 വേണ്ടിടത്ത് 727, കുപ്പത്ത് നോർമൽ 343, പെയ്ത്ത് 794, മുണ്ടക്കൈ വഴി ഒഴുകുന്ന പുന്നപ്പുഴ വന്നു ചേരുന്ന ചാലിയാറുണ്ട്. അവിടെ അത്ര അധികം എന്ന് പറയാനില്ല, എങ്കിലും ഉണ്ട്. 339 കിട്ടേണ്ട ഇടത്ത് ചാലിയാർ ബേസിനിൽ 525 മില്ലിമീറ്റർ പെയ്തിരിക്കുന്നു. മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മീനച്ചൽ ആറ്റിലൊക്കെ ജലം ഉയരുന്ന സ്ഥിതി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. പക്ഷേ മീനച്ചലിൽ നദീതടത്ത് മഴ അധികം പെയ്തിട്ടില്ല എന്നതും കാണാം. 534 മില്ലിമീറ്റർ വേണ്ടിടത്ത് 530 മാത്രമേ പെയ്തിട്ടുള്ളൂ. മൂവാറ്റുപുഴയാറ്റിൽ 547 വേണ്ടിടത്ത് 523 മാത്രവും. എറണാകുളത്തൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടെങ്കിലും പെരിയാർ നദീതടത്തിൽ 354 വേണ്ടിടത്ത് 495 മില്ലിമീറ്റർ മാത്രമാണ് പെയ്തിരിക്കുന്നത്. മധ്യ കേരളത്തിലെ നദികൾ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. പെരിയാർ നദീതടത്ത് 2024 ജൂൺ മാസം 1 മുതൽ ഈ മെയ് മാസം 30 വരെയുള്ള കാലത്ത് പെയ്തത് 68% അധിക മഴയാണ്. 1974 കിട്ടേണ്ട സ്ഥാനത്ത് 3318. മഴയുടെ ഈ അസ്വാഭാവിക പെയ്ത്തിൽ നിന്ന് വേണം ഈ വർഷത്തെ തയ്യാറെടുപ്പുകൾ നമ്മൾ ആരംഭിക്കാൻ. ഈ വർഷം ഒരു നദിയും കാര്യമായി വറ്റിയിരുന്നില്ല.
അതാണ് മധ്യ കേരളത്തിൽ ഇപ്പോൾ തന്നെ ജലനിരപ്പ് ഉയരാനുള്ള കാരണം. മയ്യഴിപ്പുഴയിൽ 113%, കുറ്റ്യാടിയിൽ 101%, കുപ്പത്ത് 93%, കബനിയിൽ 140%, അധിക മഴയാണ് ഈ ഒരു വർഷക്കാലത്ത് കിട്ടിയത്. ഭവാനി നദീതടത്ത് 106% അധിക മഴ പെയ്തു. 2018 പ്രളയകാലത്ത് ഓഗസ്റ്റിൽ പെയ്ത മഴ മാത്രമായിരുന്നില്ല കാരണം. ജൂൺ ജൂലൈ മാസങ്ങളിലെ അധിക മഴ, അതിനും മുൻപ് സമൃദ്ധമായി കിട്ടിയ വേനൽ മഴ, ഇത് മൂന്നും ചേർന്നപ്പോഴാണ് പ്രളയമുണ്ടായത്. ആ കണക്കുകൾ വിശകലനം ചെയ്തതിൽ പാളിച്ച പറ്റിയോ എന്ന ചോദ്യമാണ് കോടതി മുറികളിൽ പിന്നീട് ഉയർന്നത്. ഈ വർഷം ഏതായാലും ഇടുക്കി ഡാം അപകടകരമായ നിലയിലല്ല. ഈ വർഷം തുടർച്ചയായി മഴ കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം വൈദ്യുതി ക്ഷാമം ഉറപ്പായും നമ്മൾ നേരിടേണ്ടി വരും. കാരണം ഇടുക്കി അണക്കെട്ടിൽ ഇപ്പോഴുള്ളത് സംഭരണ ശേഷിയുടെ 36% മാത്രം വെള്ളമാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 32%. ഇടുക്കി ഡാം തുറക്കുക എന്ന സാധ്യത സമീപ മാസങ്ങളിലെങ്ങും ഇല്ല എന്ന് തന്നെ പറയാം. ഇടുക്കി ഡാം നിറഞ്ഞിട്ടില്ലെങ്കിലും ഈ നദികളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. നദീതടങ്ങളിൽ സാധാരണയിലും അധികം മഴ പെയ്യുന്നുണ്ട്. ഡാമുകൾ തുറന്നില്ലെങ്കിലും പ്രളയം ഉണ്ടാകാം എന്നതാണ് സ്ഥിതി. ഡാം തുറന്നു വിട്ട് പ്രളയം ഉണ്ടാക്കിയെന്ന 2018 ആരോപണം തീർത്തും ശരിയല്ല എന്നുകൂടി കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ മഴക്കണക്ക്. ഒരാഴ്ചത്തെ മഴ കൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. പക്ഷേ 2018 പ്രളയശേഷം നടപ്പാക്കുമെന്ന് പറഞ്ഞ നിരവധി പദ്ധതികളുണ്ട്. അതിൽ പലതും ഇപ്പോഴും കടലാസിൽ തന്നെ കെട്ടിക്കിടക്കുകയുമാണ്. ഈ ആളുകളെ പെട്ടെന്ന് ഒഴിപ്പിക്കാനുള്ള സംവിധാനം, ഓരോ താലൂക്കിലും സ്ഥിരമായ പുനരധിവാസ കേന്ദ്രങ്ങൾ, വാട്ടർ ആംബുലൻസുകൾ, എയർ ആംബുലൻസുകൾ, ഇങ്ങനെ നിരവധി നിർദ്ദേശങ്ങൾ അക്കാലത്ത് ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ തന്നെ നോക്കൂ നമ്മുടെ നദീതടങ്ങളിലെ സ്ഥിതിയുടെ പൂർണ്ണ ചിത്രം. കേരളത്തിലെ 40% നദീതടങ്ങളിലും ലാർജ് എക്സ് അഥവാ വലിയ തോതിൽ അധിക മഴ പെയ്തു എന്നാണ് ഈ പൈ ചാർട്ടിലെ കടും നീല നിറത്തിൽ കാണിക്കുന്നത്. 52% നദീതടങ്ങളിലും എക്സ് അഥവാ അധിക മഴയും പെയ്തു എന്ന് ഇളം നീല നിറത്തിൽ കാണാം. അധിക മഴയും വലിയ തോതിൽ അധിക മഴയും പെയ്ത് 93% നദീതടങ്ങളിലാണ്. നോർമൽ അഥവാ സാധാരണ മഴ പെയ്ത്ത് 7% നദീതടങ്ങളിലും. 100% നദികളിലും സാധാരണ മഴ പെയ്തു. അതിൽ 93% അധിക മഴയും വലിയ തോതിൽ അധിക മഴയും പെയ്തു. കേരളം കരുതിയിരിക്കണം എന്ന് പറയുന്നത് ഈ കണക്കുകൾ മുന്നിൽ വെച്ചാണ്. സ്പോട്ട്ലൈറ്റ്സിനെ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.